ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള ഒരു കാലത്ത് ലോകപ്രസിദ്ധമായിരുന്ന കോലാർ ജില്ലയിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും ആഴത്തിലുള്ള രണ്ടാമത്തെ സ്വർണ്ണഖനി ഉണ്ടായിരുന്ന സ്ഥലം. 1880 മുതൽ 2001 വരെ സ്വർണം ഖനനം ചെയ്തിരുന്ന സ്ഥലമാണ്. 2001 ഖനനം നിർത്തി. ഇന്നിപ്പോൾ ഇത് കണ്ടാലൊരു പ്രേതനഗരം പോലെ ആയിട്ടുണ്ട്. ഒരു കാലത്ത് മിനി ഇംഗ്ലണ്ട് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന KGF ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത്. ഞങ്ങൾ ആ സ്ഥലത്തൂടെ കുറേ ദൂരം യാത്ര ചെയ്തു. വീണ്ടും സ്വർണ്ണഖനനം പുനരാരംഭിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോന്നറിയില്ല. അവിടെയുള്ള വഴികളും പാലങ്ങളുമൊക്കെ പുതുതായിട്ട് പണിയുന്നു. കൺസ്ട്രക്ഷനൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. KGFൻ്റെ അടച്ചിട്ടിരിക്കുന്ന ഒരു ഗേറ്റിൽ വെറുതെ ഒന്ന് എത്തി നോക്കിയിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഒരു കാലത്ത് അവിടെ തൊഴിലാളികളായിരുന്നവരും അവരുടെ പിൻതലമുറയും ഇന്നും ആ സുവർണകാല സ്മരണകളിൽ അവിടെ ജീവിക്കുന്നുണ്ട്. വലിയ വികസനങ്ങളൊന്നും എത്താത്ത ഒരു സ്ഥലം. ഇപ്പോൾ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ കുപ്പം ജില്ലയിലെ മല്ലപ്പക്കൊണ്ട വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. കൊണ്ട എന്നതിൻ്റെ അർത്ഥം ഹില്ലെന്നാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് ചോളന്മാർ പണിത ഒരു ക്ഷേത്രം അവിടെ ഉണ്ടെന്ന് പറയുന്നു, ഒരു ശിവക്ഷേത്രം. കുപ്പം എന്ന സ്ഥലം ആന്ധ്രാപ്രദേശാണ്. എന്നാൽ കർണാടക അതിർത്തിയിലുള്ള ഈ കുന്ന് വളരെ പ്രസിദ്ധമാണ്. ഈ കുന്നിൻ്റെ മുകളിലാണ് ശിവക്ഷേത്രം ഉള്ളതെന്ന് പറയുന്നു. അങ്ങനെ ആന്ധ്രാപ്രദേശും കർണാടകയും തമിഴ്നാടും ഒക്കെ അതിരുകൾ പങ്കിടുന്ന സ്ഥലത്തൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഈ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിക്കാഴ്ചകൾ അതിമനോഹരമാണ്. ചിലയിടങ്ങളിൽ വെളുത്ത വൻപാറക്കെട്ടുകൾ കാണാം, വെളുത്ത മാർബിൾ പോലെയുള്ള പാറകൾ. നിരപ്പായ സ്ഥലങ്ങളിൽ പോലും ഈ കൂറ്റൻ പാറകൾ കാണാം. കണ്ടില്ലേ, ഇങ്ങോട്ട് നോക്കിയാലും ഇതുപോലെ ഇഷ്ടം പോലെ പൂക്കളുടെ തോട്ടമാണ്. ഇത് ജമന്തിപ്പൂത്തോട്ടമാണ്. ഞാനിവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ശിവലിംഗമല്ല, മുപ്പാട്ടൊക്കെ ഇരിക്കുന്ന ആ അറ്റത്ത് കാണുന്നത് ലിംഗമല്ല. പൂക്കളുടെ തോട്ടം മാത്രമല്ല, ധാരാളം പച്ചക്കറി തോട്ടങ്ങളും അതുപോലെ നെൽവയലുകളും ഒക്കെ ധാരാളം കാണാനുണ്ട്. പുറത്ത് നല്ല വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. കാറിൽ AC ഒന്നും ഒട്ടും ആവശ്യമില്ല. അങ്ങനെ മേഘക്കൂട്ടങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാം. ഇനി മുകളിലോട്ട് വലിയ ഹെയർ പിന്നുകളൊക്കെ ഉണ്ട്. നല്ല വീതിയുള്ള റോഡാണ്. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാനോളം ഉയർന്നു നിൽക്കുന്ന ഈ മലകളും ഇവിടെ നിന്നുള്ള ആകാശക്കാഴ്ചകളും ഈ വാലിയുടെ മനോഹാരിത ആസ്വദിക്കലും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വാലിയുടെയൊക്കെ മനോഹാരിത ആവോളം ആസ്വദിക്കാം. ഈ കാണുന്ന മേഘക്കൂട്ടങ്ങൾ ഇപ്പോൾ നമ്മുടെ ലെവലിലാണുള്ളത്. മുകളിലേക്ക് ഇനി കുറേ ഹെയർ പിന്നുകളൊക്കെ ഉണ്ട്. ഇരുവശങ്ങളിലെയും താഴ്വരകളിലേക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ദൂരെ കാണുന്ന മലകളും കാടും ഒക്കെ ആസ്വദിച്ച് കയറാം. എത്തിത്തൊടാവുന്ന രീതിയിൽ ആകാശം നമുക്ക് കാണാം. നല്ല വെട്ടിത്തിളങ്ങുന്ന വെൺമേഘങ്ങളൊക്കെ കണ്ട് നമുക്ക് യാത്ര തുടരാം. ഹെയർ പിൻ കയറുമ്പോൾ അങ്ങനെ നമുക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കയറി വന്ന വഴികളൊക്കെ കാണാം. താഴ്വര കാഴ്ചകൾ നമുക്ക് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് വരുന്നു. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഒക്കെ പ്രകൃതി കാഴ്ചകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് പ്രകൃതിയുടെ മടിത്തട്ടിൽ ആത്മീയതയുടെ സ്വൈര്യത തോന്നുന്ന ഒരു വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് മല്ലപ്പക്കൊണ്ട. അങ്ങ് ദൂരെയായിട്ട് കാണുന്ന ആ കുന്നുകളിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. വളരെ ദൂരെ നിന്ന് തന്നെ ആ കുന്നിന് മുകളിലുള്ള ശിവലിംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്ഥലമൊന്നും അധികം ജനവാസമുള്ളതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ വഴിയിൽ പോലും ഓരോ ആളുകൾ നടന്നു പോകുന്നതൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കൂടുതലും ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത്തവണത്തെ യാത്രയിലാണ് ഇതുപോലെയുള്ള ഹിൽ വ്യൂ പോയിൻറ്റുകളൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്. ഇവിടെ നിൽക്കുന്നത് സൺസെറ്റും സൺറൈസും ഒക്കെ ഒത്തിരി ഭംഗിയായിരിക്കും കാണാൻ.
തണുപ്പൊക്കെ ആണെങ്കിലും വെറുതെ ഒരു രസത്തിന് കുറച്ച് നേരം കാറിൻ്റെ റൂഫൊന്ന് മാറ്റി മുകളിൽ നിന്ന് കയറി നിന്നതാണ്. ഒത്തിരി ഭംഗിയാണ് ഇങ്ങനെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ കാഴ്ചകൾ കാണാൻ. അങ്ങനെ നമ്മൾ മല്ലപ്പക്കൊണ്ടയിലെ ക്ഷേത്രമൊക്കെയുള്ള ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല നിരപ്പായ സ്ഥലമാണ്, മുകളിലും തോന്നുന്നു. ഇവിടെ വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ക്ഷേത്രമൊക്കെ ഉള്ളത്. എന്തൊരു ഭംഗിയാണെന്ന് കണ്ടില്ലേ വാലിയുടെയൊക്കെ കാഴ്ച. നല്ല നിരപ്പായിട്ടുള്ള കുറേയധികം സ്ഥലങ്ങളുണ്ട്, അതുപോലെ ഭയങ്കരമായ മലകളും. കുറേ സന്ദർശകരൊക്കെ ഉണ്ട്, പക്ഷേ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ടാവാം വലിയ തിരക്കില്ലാത്തതെന്ന് തോന്നുന്നു. പിന്നെ ബൈക്ക് റൈഡേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെയുള്ള ക്ഷേത്രമാണ് കാണുന്നത്. അതെപ്പോഴും തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ്. കാറ് പാർക്ക് ചെയ്ത് ഞങ്ങളും മുകളിൽ കാണുന്ന ശിവലിംഗം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങുകയാണ്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര മനോഹരമായൊരു സ്ഥലമാണ്. ആ കാണുന്ന കുന്നിൻ്റെ മുകളിലൊരു ശിവലിംഗമുണ്ട്. അത് വരുന്ന വഴിയിൽ തന്നെ വളരെ ദൂരം തന്നെ നമുക്കത് കാണുന്നുണ്ടായിരുന്നു. ട്രെക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ കയറാൻ തുടങ്ങുന്നിടത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ മാത്രം അല്പം ശ്രദ്ധിക്കണം. കല്ലൊക്കെ കുറേ ഇളകിയൊക്കെ കിടക്കുകയാണ്. പിന്നെ മുകളിലേക്ക് കയറാൻ വലിയ പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങ് ദൂരെ പിന്നിലായിട്ട് നമ്മൾ കാണുന്ന ആ വഴികളെല്ലാം നമ്മൾ കയറി വന്ന വഴികളാണ്. ഇത്ര മനോഹരമായൊരു കാഴ്ചയാണെന്ന് കണ്ടില്ലേ. ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടുന്നതാണ്. ഇനി മുകളിലേക്ക് കയറാൻ കുറേ സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കോൺക്രീറ്റ് സ്റ്റെപ്പുകളൊക്കെയാണ്. അതുവഴി നമുക്ക് മുകളിലേക്ക് കയറാം. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണി ഒക്കെ ആണ്. എന്നിട്ട് നല്ല തണുപ്പാണ്. ചേട്ടൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു ഏറ്റവും മുകളിൽ. ഏറ്റവും ആദ്യം എത്തിയത് സിസ്റ്റർ തന്നെയാണ്. നല്ലതായിട്ട് നടന്ന് ശീലമുള്ളവരെ സംബന്ധിച്ച് ഈ പടികളൊന്നും കയറാൻ ഒരു പാടുമില്ല. നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്കൊട്ടും ക്ഷീണമൊന്നും തോന്നത്തില്ല. ഞാനിടയ്ക്കെല്ലാം നിന്നാണ് കയറുന്നത്. ഇരുവശങ്ങളുടെയും താഴ്വര കാഴ്ചകളൊക്കെ കണ്ട് ആ മനോഹര കാഴ്ചകളൊക്കെ വീഡിയോയും ഒക്കെ പകർത്തി തിരിഞ്ഞും മറിഞ്ഞും നിന്ന് കുറേ ഫോട്ടോസും എല്ലാം എടുത്ത് അങ്ങനെ മുകളിലോട്ട് കയറി. ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയും അതുപോലെ മകനും ഒക്കെ ഉണ്ട്. ഞങ്ങൾ മുകളിലേക്ക് അങ്ങനെ ചിലയിടത്തൊക്കെ വഴിയൊന്നുമില്ല, അവിടെയൊക്കെ കൈയൊക്കെ പിടിച്ചൊക്കെ കയറിയാണ് പോയത്. അങ്ങനെ എന്തായാലും മുകളിൽ വരെയും ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തുമ്പോൾ ഒരു വലിയ ശൂലമൊക്കെ മറിഞ്ഞു കിടക്കുന്നത് കാണാം. നമ്മൾ വളരെ ദൂരെ നിന്ന് കണ്ട ആ ശിവലിംഗം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ശിവലിംഗത്തിന് ഒരു ആവരണമായിട്ട് ചെറിയൊരു ശിവലിംഗമാണ് അതിൻ്റെ മുകളിൽ ഉള്ളത്. ആ ശിവലിംഗത്തിന് ആവരണമായിട്ടാണ് ഒരു വലിയ നെറ്റ് പോലെയുള്ള ഒരു നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയ ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ അതിനൊരു ആവരണമായിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ വളരെ ദൂരെ നിന്ന് തന്നെ കണ്ടത്. അതിന് ചുറ്റും ശിവലിംഗങ്ങൾ ധാരാളം പ്രതിഷ്ഠകൾ കാട്ടിനുള്ളിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കുന്നിൻ്റെ തുമ്പത്തുള്ള പാറയിൽ വരെയും കയറി. എല്ലാവരും കൂടെ ആയതുകൊണ്ട് നല്ല ധൈര്യമായിരുന്നു. അവിടെ നിന്നുള്ള വാലിയുടെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ നിന്നും തിരികെ പടികളൊക്കെ ഇറങ്ങി വരികയായിരുന്നു. ചുറ്റും നല്ല വനങ്ങളാണ്. ഇവിടെ വരുന്നതിനും കുന്നുമലകളും ആസ്വദിക്കുന്നതിലും ഒന്നും തെറ്റില്ല. പക്ഷേ ഈ കുന്നിന് മുകളിലെ കുറ്റിക്കാടുകളിൽ തേനീച്ച കൂട്ടങ്ങളുടെ ആക്രമണം ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു. എവിടെ പോയാലും വനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവയുടെയൊന്നും ആവാസ വ്യവസ്ഥയ്ക്കൊന്നും ഒരു ദോഷവും വരുന്ന നിലയിൽ നമ്മൾ നിൽക്കരുത്, ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ കാണുന്നത് കർണാടകയുടെ ഭാഗമാണ്. താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണവും ദാഹവും ഒക്കെ തോന്നി. അങ്ങനെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് അവിടെ. ചായയും ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിക്കഴിച്ചു. ക്ഷേത്രം എപ്പോഴും തുറന്നു കിടക്കുന്നതായതുകൊണ്ട് നമുക്കവിടെ കയറി തൊഴാൻ ഏത് സമയത്ത് ചെന്നാലും തൊഴാൻ പറ്റും. ഞങ്ങളവിടെ കയറി തൊഴുതു. ഏത് സ്ഥലവും എത്തിക്കഴിഞ്ഞാൽ ചിലരുണ്ട് ഇത്രയേ ഉള്ളൂ, ഇത് കാണാനാണോ ഇത്ര കഷ്ടപ്പെട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും കഴിയുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റൂ. ഈ യാത്ര എനിക്കൊത്തിരി ഇഷ്ടമായി. നല്ല ക്ലൈമറ്റുമായിരുന്നതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ചാണ് യാത്ര ചെയ്തത്. ഇറങ്ങി വരുമ്പോഴാണ് പറയുന്നത് കർണാടക, ആന്ധ്ര, തമിഴ്നാട് 3 സ്റ്റേറ്റുകളും ചേർന്ന് വരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാമെന്ന്. പക്ഷേ ആ യാത്ര സക്സസ് ആയില്ല. വനത്തിലൂടെ കുറേ ദൂരമൊക്കെ ഓടി. വൈൽഡ് ആനിമൽസൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. പക്ഷേ വീതി കുറഞ്ഞ റോഡ്. കുറേ പോയിട്ട് ഞങ്ങൾ തിരികെ പോരുകയായിരുന്നു. വീണ്ടും ബാംഗ്ലൂരിലേക്കാണ് യാത്ര.
നട്ടുച്ച നേരത്തെ യാത്രയായിരുന്നെങ്കിൽ ഒരല്പം പോലും ക്ഷീണമില്ലാത്ത യാത്രയായിരുന്നു. ഈ സ്ഥലത്തേക്കൊക്കെ വരാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ നവംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയൊക്കെയാണ്. നല്ല കാലാവസ്ഥയായിരിക്കും. മല്ലപ്പക്കൊണ്ടയിലെ വിശേഷങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. റൈറ്റ് സൈഡിൽ